വർഷങ്ങളോളം എടുത്ത് ട്രിഗറാവുന്ന പശ്ചിമഘട്ടത്തിലെ മാരകമായ ജലാധിഷ്ഠിത ദുരന്തങ്ങൾ. മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും മണ്ണും വീടും നഷ്ടപ്പെട്ട് ഉറ്റവരും ഉടയവരും എന്നേക്കുമായി ഇല്ലാതായി പകച്ചു നിൽക്കുന്ന മനുഷ്യരോട് ചോദ്യം ചോദിക്കാനോ ഉത്തരം പറയാനോ കഴിയാത്ത അവസ്ഥയിലാണ് കേരള ജനത. എന്നാൽ അവിടെ നിന്ന് കിലോമീറ്ററുകളോളം ദൂരെ സേഫ് സോൺ എന്ന് പറയപ്പെടുന്ന സ്ഥലത്തിരുന്ന് വാർത്ത കേട്ടും ദൃശ്യങ്ങൾ കണ്ടും നെടുവീർപ്പിട്ട് അഭിപ്രായം പറയുന്ന നമ്മൾ ചില സത്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പശ്ചിമഘട്ടം നേരിട്ടോ അല്ലാതെയോ സ്വാധീനിക്കാത്ത ഒരു സ്ഥലവും കേരളത്തിലില്ല എന്നതുകൊണ്ട് തന്നെ മേപ്പാടിയിലെ ഇരട്ട ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിലെങ്കിലും നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തേ പറ്റൂ. 5 വർഷങ്ങൾക്ക് മുമ്പ് 2019 ഒരു ഓഗസ്റ്റ് മാസത്തിലാണ് ഇതേ വയനാട്ടിൽ ഇപ്പോൾ ദുരന്തം നടന്ന മുണ്ടക്കയിൽ നിന്ന് വെറും 5 കിലോമീറ്റർ മാത്രം അകലെ പുത്തുമലയിൽ മലയിടിച്ചിലുണ്ടായി 20ഓളം പേർ കൊല്ലപ്പെട്ടത്. അന്ന് നമ്മളെല്ലാം ഇപ്പോൾ ഇരിക്കുന്ന പോലെ സേഫ് സോൺ എന്ന് കരുതിയിരുന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരെ തേടിയാണ് ഇപ്പോൾ സമാന ദുരന്തം എത്തിയിരിക്കുന്നത്. അപ്രതീക്ഷിതമായി ഒരു ഗ്രാമം മുഴുവൻ നിരവധി ജീവനുകളുമായി സൂചിപ്പാറയിലേക്ക് ഒഴുകിയൊലിച്ചുപോയി. ദുരന്തം എങ്ങനെയുണ്ടായി എന്നതിനുള്ള ഉത്തരം ഏതെങ്കിലും ഒരു കോളത്തിൽ മാത്രം ഉൾക്കൊള്ളുന്നതല്ല. പലതരം കാരണങ്ങൾ ഒരുമിച്ച് ചേർന്ന്